കറൻസി ബിറ്റ്കോയിൻ ഇവയിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പണക്കാരനാകാൻ സാധിക്കുമോ? ബിറ്റ്കോയിൻ വിപണിയിൽ എന്താണ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി വിശകലനം ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ചില ജനപ്രിയ ക്രിപ്റ്റോ കറൻസികളായ ബിറ്റ്കോയിൻ, എതേറിയം എന്നിവയുടെ വില തകർച്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച തിരിച്ചുവരവ് നടത്തിയെങ്കിലും മൊത്തത്തിലുള്ള ക്രിപ്റ്റോ വിപണി ഇപ്പോഴും വളരെ അസ്ഥിരമായി തുടരുന്നു. ക്രിപ്റ്റോ കറൻസികളുടെ തകർച്ചയോടെ നിക്ഷേപകർ അവരുടെ ഓഹരികൾ വിറ്റഴിക്കുവാനും നഷ്ടം കുറയ്ക്കുവാനും ശ്രമിച്ചതോടെ മാർക്കറ്റിൽ കനത്ത വിൽപ്പനയ്ക്ക് കാരണമായി. അതേസമയം സമീപ ഭാവിയിൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് ചില ആളുകൾ വിർച്വൽ കറൻസികൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഉയർന്ന ചാഞ്ചാട്ടം കണക്കിലെടുത്ത് ക്രിപ്റ്റോ കറൻസികൾ നിക്ഷേപിക്കാൻ ഇത് നല്ല സമയമല്ലെന്നാണ് മിക്ക വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും വ്യാഴാഴ്ചയുള്ള ദ്രുതഗതിയിലുള്ള തിരിച്ചുവരവ് കണക്കിലെടുത്ത് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുന്നത് മോശം ആശയമായിരിക്കില്ല എന്ന് ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്താണ് ക്രിപ്റ്റോ കറൻസി വിപണിയിൽ മസ്കിന്റെ പങ്ക്? ബുധനാഴ്ച രണ്ട് പ്രധാന ഡിജിറ്റൽ കറൻസികളായ ബിറ്റ്കോയിൻ, എതേറിയം യഥാക്രമം 30% 45% കുറഞ്ഞു. ടെസ്ല ചീഫ് എലോൺ മസ്കും ആർക്ക് ഇൻവെസ്റ്റിന്റെ സിഇഒ കാഡി വുഡും ബിറ്റ്കോയിനിലുള്ള പിന്തുണ സൂചിപ്പിച്ചുവെങ്കിലും രണ്ട് വെർച്വൽ നാണയങ്ങളും നഷ്ടം നേരിട്ടു. ആകസ്മികമായി എലോൺ മസ്കിന്റെ ട്വിറ്ററുകളിലെ ഒരു പരമ്പരയാണ് ആദ്യം തകർച്ചയ്ക്ക് കാരണമായത്. ഏറ്റവും പ്രചാരമുള്ള ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ കഴിഞ്ഞ ആഴ്ച മുതൽ മസ്കിൽ നിന്നുള്ള ട്വീറ്റുകൾക്ക് ശേഷം സമ്മർദ്ദത്തിലായിരുന്നു. ടെസ്ല ബിറ്റ്കോയിനെ പേയ്മെന്റായി സ്വീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ബിറ്റ്കോയിൻ സൃഷ്ടിക്കുന്ന കമ്പ്യൂട്ടറുകളെ ശക്തിപ്പെടുത്തുന്നതിന് ധാരാളം വൈദ്യുതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ മൈനിങ്ങിൽ കനത്ത പാരിസ്ഥിതിക നാശനഷ്ടം മസ്ക് ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നിരുന്നാലും ബുധനാഴ്ച വില കുത്തനെ ഇടിഞ്ഞതോടെ ബിറ്റ്കോയിൻ വില വീണ്ടെടുക്കുവാൻ സഹായിച്ചത് മസ്കിന്റെ ട്വീറ്റ് തന്നെയാണ്. എന്നാൽ വീണ്ടും എലോൺ മസ്ക് ഒരു ഡയമണ്ടും ഒരു ഹാൻഡ്സും എന്ന ഇമോജി ട്വീറ്റ് ചെയ്യുകയും ഒരു സ്ഥാനം മുറുകെ പിടിക്കുന്നതിനെ സൂചിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ ഇമോജി ഉപയോഗിക്കുന്നു. ഇത് അദ്ദേഹം വീണ്ടും ട്വീറ്റ് ചെയ്തത് ബിറ്റ്കോയിൻ നിക്ഷേപകരെ ലക്ഷ്യമിട്ടായിരുന്നു. എന്താണ് ക്രിപ്റ്റോ കറൻസി വിപണിയിൽ ചൈന കൊടുത്ത പണി? ക്രിപ്റ്റോ നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള ചൈനയുടെ നീക്കമാണ് ബുധനാഴ്ചത്തെ ട്രിഗറിന്റെ പ്രധാന കാരണം. എങ്കിലും നിക്ഷേപകർക്കിടയിലെ ഉയർന്ന ചാഞ്ചാട്ടം കാരണം ക്രിപ്റ്റോ കറൻസി നിക്ഷേപം ഇപ്പോഴും സുസ്ഥിരമായി തുടരുന്നുവെന്ന് വിശകലന വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ബുധനാഴ്ച ഒരു ഘട്ടത്തിൽ $1 ട്രില്യൺ മൊത്തം ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തുടച്ചുമാറ്റി. ലോങ് ടൈം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമല്ല. അവർ ആവേശത്താൽ നയിക്കുന്ന വ്യാപാരത്തെക്കാൾ ദീർഘകാല സുരക്ഷയെയും വളർച്ചയെയുമാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ക്രിപ്റ്റോകളിലെ സമീപകാലത്തെ കുതിപ്പ് സൂചിപ്പിക്കുന്നത് ട്രെൻഡുകൾ നന്നായി മനസ്സിലാക്കിയാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിക്ഷേപകരെ ഗൗരവമായി സമ്പന്നരാക്കാൻ ഇത് സഹായിക്കും എന്നതാണ്. എന്നിരുന്നാലും ക്രിപ്റ്റോസിൽ നിക്ഷേപിക്കുന്നത് പരമ്പരാഗത ആസ്തികളെക്കാൾ അപകടമാണ്. ഇനിയും ക്രിപ്റ്റോ കറൻസി വിപണിയിൽ നിക്ഷേപിക്കാമോ? ഇത് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ സുരക്ഷിതവും ദീർഘകാലവുമായ നിക്ഷേപ ഓപ്ഷനാണ് തിരയുന്നതെങ്കിൽ ഉയർന്ന ചാഞ്ചാട്ടവും അപകട സാധ്യതയുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് ക്രിപ്റ്റോ കറൻസി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിക്ഷേപം ആയിരിക്കില്ല. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യവും ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപിക്കാൻ സാമ്പത്തിക പിന്തുണയും ഉണ്ടെങ്കിൽ ധൈര്യമായി ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കാം. ട്രെൻഡുകൾ തുടരുകയാണെങ്കിൽ വരുമാനം ലോങ് ടൈം നിക്ഷേപങ്ങളെക്കാൾ വളരെ ഉയർന്നതായിരിക്കും. എന്നാൽ കടുത്ത ചാഞ്ചാട്ടത്തിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തയ്യാറാകണം. ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് പ്രധാനം. അനിശ്ചിതത്വം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഉപേക്ഷിക്കരുത്. ക്രിപ്റ്റോ നിക്ഷേപങ്ങളിൽ താല്പര്യമുള്ള ആളുകൾ അവരുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുവാനും വിപണിയിലെ അടുത്ത വലിയ വെർച്വൽ നാണയമെന്ന് പ്രവചിക്കപ്പെടുന്ന എതേറിയം പോലുള്ള ദീർഘകാല ഓപ്ഷനുകൾക്കായി നോക്കുകയും വേണം. ലോകമെമ്പാടുമുള്ള ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കിടയിൽ വിർച്വൽ കോയിൻ മാർക്കറ്റ് വീണ്ടും മുഖ്യധാരയിൽ സ്വീകാര്യം നേടുന്നതിനാൽ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ റിസ്ക് നേരിടാൻ തയ്യാറായിരിക്കണം. ക്രിപ്റ്റോ കറൻസിക്ക് ഇന്ത്യയിൽ സമ്പൂർണ്ണ നിരോധനം നേരിടേണ്ടി വരില്ലെന്നാണ് സൂചന. ഇത് നിയന്ത്രിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ക്രിപ്റ്റോ കറൻസിയിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.